ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ടെൻഷൻ സെറ്റും പ്രഷർ റെഗുലേറ്ററും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ടെൻഷൻ സെറ്റ് നോക്കാം. നമ്മുടെ സ്റ്റിച്ച് കണ്ടോ, ഇപ്പോൾ വളരെ ലൂസ്, ആകെ ചീത്ത സ്റ്റിച്ചാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. ടെൻഷൻ സെറ്റ് വലത്തോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് സ്റ്റിച്ച് ഫിനിഷിങ്ങിലേക്ക് വരും. ഒരിക്കലും ഒരുപാട് തിരിക്കരുത്, കുറേശ്ശെ തിരിച്ച് വേണം ചെക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ത്രെഡിങ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ത്രെഡിങ് കറക്റ്റ് അല്ലെങ്കിൽ സ്റ്റിച്ച് മോശമായിട്ടേ വരുള്ളൂ. ആ ടെൻഷൻ സെറ്റിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിലൊരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിലും നൂലിട്ടിട്ടുണ്ടായിരിക്കണം. പിന്നെ ടെൻഷൻ സെറ്റ് ഇടത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ലൂസാവുകയും, അതായത് അടിവശം ഫിനിഷ് ആക്കാൻ വേണ്ടിയാണ് ടെൻഷൻ സെറ്റ് യൂസ് ചെയ്യുന്നത്. മേൽവശത്താണ് ലൂസെങ്കിൽ നമ്മൾ ബോബിൻ കേസ് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രഷർ റെഗുലേറ്ററാണ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ വെച്ചിരിക്കുന്ന റെക്സിൻ്റെ പീസാണ്. ഇതുപോലുള്ള കട്ടിയുള്ള പീസൊക്കെ വെക്കുന്ന സമയത്ത് പ്രഷർ റെഗുലേറ്റർ നല്ലപോലെ ടൈറ്റ് ആക്കി വെക്കണം. ടൈറ്റ് ആക്കാൻ അതുപോലെ തന്നെ വലത്തോട്ടാണ് തിരിക്കേണ്ടത്. അത് കറക്റ്റാക്കി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീസ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടാവും. കണ്ടോ, ടൈറ്റ് ആയിരിക്കണം. അതായത് പ്രഷർ ഫുട്ട് പൊക്കി പീസ് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയൽ ആയാലും പ്രഷർ ഫുട്ട് പിന്നെ താത്തി കഴിഞ്ഞാൽ കൈകൊണ്ട് വലിച്ചാൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്, നല്ല ടൈറ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കനം കുറഞ്ഞ തുണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പീസ് ചുരുങ്ങി പോകാൻ, അതായത് ചുളുങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കനം കുറഞ്ഞ പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കുക. പ്രഷർ റെഗുലേറ്റർ, തമ്പിനെട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു ചെറിയൊരു വട്ടോട്ട് കാണിച്ചത്, ടെൻഷൻ സെറ്റും പ്രഷർ റെഗുലേറ്ററും. അതുപോലെ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേജിലുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്നതേ ഒരു മാഗ്നറ്റിക് ഗൈഡാണത്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണത്. ചെറിയ പൈസയുള്ളതിന്. അത് നമുക്ക് മാഗ്നറ്റ് ആയതുകൊണ്ട് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മാറ്റി നീക്കിയൊക്കെ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ കൂടുതലും സൂയിങ് മെഷീൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. കൂടുതലായിട്ട് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്